Mr. Annamale finds a huge vacuum at the opposition. രജനികാന്തിൻ്റെ ഒരു വാക്ക് മതി. മിസ്റ്റർ വിജയ്, യു ആർ റോങ്. ഗിവ് അണ്ണാമലെ എ ചാൻസ്. യഥാർത്ഥ സിംഹം കൂടിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. കാൽനട യാത്ര നടത്തി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംവിധാനമാണ് തമിഴ്നാട്ടിലെ BJP, ഇന്ന് കാണുന്ന BJP. ഇത് BJPയുടെ ഒരു തന്ത്രമാണോ? ഈസ് ഹി എ ട്രോജൻ ഹോഴ്സ്? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അണ്ണാമലൈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അതിവേഗം കുതിച്ചുയർന്ന നക്ഷത്രം, BJPക്ക് വലിയ പ്രതീക്ഷ നൽകിയ നേതാവ്. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് നേതൃത്വം തഴയുന്നു. മനം നൊന്ത് പാർട്ടിയിൽ നിന്നും രാജി. ഇപ്പോൾ പറയുന്നു വി ദ ലീഡർ മൂവ്മെൻറ്റുമായി അദ്ദേഹം മുന്നോട്ട് പോകും. അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത് മത്സരിക്കും. അണ്ണാമലയുടെ രാഷ്ട്രീയ ഭാവിയാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ, അത് BJP നേതൃത്വത്തിന് സംഭവിച്ച മണ്ടത്തരമോ? തമിഴ്നാട് രാഷ്ട്രീയം ഏത് തരത്തിലായിരിക്കും ഇനി മാറാൻ പോകുന്നത്? പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അണ്ണാമലയുടെ രാഷ്ട്രീയ ഭാവി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുൻപ്. പല വേദികളിലും പലരും ചർച്ച ചെയ്തത് തന്നെയാണ്. എങ്കിലും അവസാന നിമിഷം വരെ ഒരു ചെറിയ പ്രതീക്ഷയുടെ തിരുനാളം ഉണ്ടായിരുന്നു. രാജി സ്വീകരിക്കില്ല, BJPയിൽ തുടരുവാൻ നേതൃത്വം അദ്ദേഹത്തെ നിർബന്ധിക്കും. കാരണം വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അദ്ദേഹം സന്ദർശിച്ചതും നേതൃത്വവുമായി സംസാരിച്ചതും ഒക്കെ തന്നെ. പക്ഷേ പുറത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെ കാണുന്നു ഈ നീക്കത്തെ? എന്തായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ എന്തായിരിക്കും ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റുകൾ? സിംഹം എന്നാണല്ലോ പറയുക. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്, അണ്ണാമലയുടെ വിളിപ്പേരാണ് സിംഹം. സിംഹം എന്ന് മലയാളത്തിൽ, സിംഗം തമിഴിൽ. അപ്പോൾ സിംഗിളായി താൻ വരുവേൻ, അതെ, സിംഹം എന്നാണല്ലോ പ്രശസ്തമായ വിജയ് ഡയലോഗ്. പക്ഷേ യഥാർത്ഥ സിംഹം കൂടിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരാണ് അനേകം. അതായത് അണ്ണാമലൈ ഗർജിക്കുന്ന സിംഹമായിരുന്നു. ഈ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ അദ്ദേഹം IPS ഓഫീസറായിരുന്നു. പോലീസ് മേധാവി എന്ന നിലയിൽ ശക്തമായ നടപടികൾ, ധൈര്യപൂർവ്വം നടപടികൾ, അതൊരുപാട് ദേ ക്യാപ്ചേർഡ് പബ്ലിക് ഇമാജിനേഷൻ. അപ്പം അങ്ങനെ സർവീസ് കാലഘട്ടത്തിൽ തന്നെ പേരെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൻ്റെ ചെളിക്കുട്ടിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു വഴി 2019 തന്നെ അദ്ദേഹം ആ തീരുമാനമെടുക്കുന്നു. 2020 മുതൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമാണ്. അപ്പോൾ BJP തമിഴ്നാട് ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിധി കിട്ടിയതുപോലെയായിരുന്നു ഈ അണ്ണാമലയുടെ ആഗമനം. അതുകൊണ്ട് കുടഞ്ഞെഴുതേക്കുകയാണ്. അപ്പം വളരെ കുറവ് വോട്ട് ഷെയർ, 2%, 3% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന BJPക്ക് 11.6% വരെ വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ടുവരാൻ സിംഗുലർലി ശ്രമിച്ച നേതാവാണ് അണ്ണാമലൈ. അദ്ദേഹം എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ഹി ഹാഡ് എ മാസ് അപ്പീൽ. അത് ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ. BJPക്ക് അങ്ങനെ ഒരു ക്രൗഡ് പുള്ളർ ഇല്ല. അതെ, ആകെപ്പാടെ ഉള്ളത് വിജയ് ഇപ്പോഴാണ് ക്രൗഡ് പുള്ളറാണ്. അല്ലെങ്കിൽ അദ്ദേഹം അന്ന് രാഷ്ട്രീയ പ്രവേശനം നടത്തിയിട്ടില്ല. അന്ന് ജയലളിത ഉണ്ടായിരുന്നു, പിന്നീട് സ്റ്റാലിൻ. അപ്പോൾ ഈ സ്റ്റാലിൻ കാലഘട്ടത്തിൽ വലിയ ഒരു ക്രൗഡ് പുള്ളർ സ്റ്റേറ്റസ് സ്റ്റാലിൻ മാത്രമാണ്. അല്ലെങ്കിൽ അതുതന്നെ ഒരു ജൈവികമാണോ എന്നറിയില്ല. DMK ഒരു കേഡർ പാർട്ടിയല്ലേ. അപ്പോൾ അവിടെ സ്റ്റാലിന് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് അത്ര ജൈവികമാകണമെന്നില്ല. DMKയുടെ കേഡർ പിന്തുണയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ മറ്റ് ചില നേതാക്കൾ, വൈക്കോ, അതൊക്കെ ചെറിയ സ്പെൻഡ് ഫോഴ്സസ്. പിന്നെ ഈ പാട്ടാളി മക്കൾ കക്ഷി, രാംദോസ്, ഇവരൊക്കെ വളരെ സ്പെൻഡ് ഫോഴ്സാണ്. എത്രയോ കാലമായിട്ടുള്ള നേതാക്കളാണ്. നാം തമിഴകം കക്ഷിയുണ്ട്, സീമാൻ. ഇവരൊക്കെ പ്രാദേശികമായ ചില ചലനങ്ങൾ ഉണ്ടാക്കുന്നു എന്നല്ലാതെ തമിഴ്നാട് മുഴുവൻ ഒരു മാസ് അപ്പീലുള്ള ഒരു നേതാവിൻ്റെ അഭാവം. ജയലളിത പോയി, സ്റ്റാലിൻ യുഗം ഉണ്ടായി. കാരണം DMK മാത്രമേ ഉള്ളൂ എന്നൊരു ഫീലിംഗാണ്. കോൺഗ്രസിനെ പോലും തീരെ അങ്ങ് തുച്ഛീകരിച്ച് ചെറിയ റോളിലേക്ക് ഒതുക്കി. ചില സീറ്റുകളൊക്കെ കിട്ടിയ ലോക്സഭയിലും നിയമസഭയിലും എന്നല്ലാതെ there was a vacuum. ഈ വാക്യൂം അണ്ണാമല മനസ്സിലാക്കി. അപ്പോൾ ഈ പിന്നത്തെ ചോദ്യം, BJPക്ക് ഉള്ളിൽ നിന്നാൽ എത്രത്തോളം മുന്നോട്ട് പോകാനാവും? ഇവിടെ ഒരു തമിഴൻ്റെ ഒരു വികാരമുണ്ട്, തമിഴ് ദേശീയത. ഭാരത ദേശീയതയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള
നമ്മുടെ ദേശീയത പലപ്പോഴും ചില അതിർവരമ്പുകൾ ഭേദിച്ച് പോകാറുണ്ട്. ദേശീയതയുടെ അവസാന വാക്കായിട്ടാണ് പലരും ബി ജെ പി കാണുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ വലിയൊരു വക്താക്കളായ ബി ജെ പി കാണുന്നു. അപ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ദേശീയതയുടെ ഒരു പോരാട്ടം എങ്ങനെ നടക്കും? അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു പരിധിയിൽ കൂടുതൽ തമിഴ്നാട്ടിൽ വേരോട്ടമുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് അണ്ണാമലയുടെ ഒരു മാഗ്നറ്റിക് പ്രസൻസ് വലിയ അദ്ദേഹം പദയാത്ര നടത്തുകയാണ്. കന്യാകുമാരി മുതൽ അങ്ങ് ചെന്നൈ വരെ ഗ്രാമാന്തരങ്ങളിലൂടെ നിരത്തുകളിലൂടെ കാൽനട യാത്ര നടത്തി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംവിധാനമാണ് തമിഴ്നാട്ടിലെ ബി ജെ പി, ഇന്ന് കാണുന്ന ബി ജെ പി. അതെ, ആ ബി ജെ പി മുന്നോട്ട് പോകണമെങ്കിൽ ചില മാറ്റങ്ങൾ വരണം. ഇപ്പോൾ ത്രിഭാഷ പദ്ധതി അംഗീകരിച്ചേ പോകാനാവും. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പൂർണ്ണമായ ഒരു പ്രഭാവം തമിഴ്നാട്ടിൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടാണ് എന്ന് ഇദ്ദേഹം അണ്ണാമലൈ ബി ജെ പി നേതാക്കളോട് പറഞ്ഞു. അതുമാത്രമല്ല ഹിന്ദി ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഇപ്പോൾ ഹിന്ദി തമിഴ്നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ നിർബന്ധപൂർവ്വം പ്രയോഗിക്കുന്ന ഒരു ഘട്ടം വന്നാൽ കിട്ടിയിരുന്ന ഗുഡ്വില്ല് പോലും നഷ്ടപ്പെടും. ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. തമിഴ് ദേശീയത അംഗീകരിച്ചെങ്കിലേ പറ്റൂ. ദ്രാവിഡ രാഷ്ട്രീയം, ദ്രാവിഡ സ്വത്വം അംഗീകരിച്ചെങ്കിലേ പറ്റൂ. അതുകൊണ്ടാണല്ലോ DMK, AIADMK, PMK എല്ലാം തന്നെ അത് MDMK, DMDK, ദ്രാവിഡ എന്ന പേരുള്ള എത്ര കക്ഷികളാണ് തമിഴ്നാട്ടിലുള്ളത്. ഇതെല്ലാം തന്നെ ദ്രാവിഡ ഐഡൻറ്റിറ്റി. അപ്പം അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമാണ്, പുതിയ ഒരു രാഷ്ട്രീയ മുഖമാണ് വിജയിൻ്റേത്. ദ്രാവിഡ രാഷ്ട്രീയത്തെ തള്ളി പറയാതെ തന്നെ ഈ ADMK, DMK ഈ ബൈനറിയെ ആക്രമിച്ചുകൊണ്ട് പുതിയൊരു പന്ഥാവ് തുറന്നു. അപ്പോൾ പിന്നെ മുഖ്യ പ്രതിപക്ഷമാകേണ്ടത് ആരാണ്? ഇന്ന് DMK ആണ്, അതെ, അല്ലെങ്കിൽ ADMKയും DMKയും ഒക്കെയാണ്. അവരും സ്പെൻഡ് ഫോഴ്സാണ്. സോ മിസ്റ്റർ അണ്ണാമലൈ ഫൈൻഡ്സ് എ ഹ്യൂജ് വാക്യൂം അറ്റ് ദി ഓപ്പോസിഷൻ. അതുകൊണ്ട് ഇയക്കങ്ങളുടെ നാടാണല്ലോ തമിഴ്നാട്, അതായത് ഫാൻ ക്ലബ്ബുകൾ ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഇയക്കം എന്ന് പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തിനൊരു വി ദി ലീഡേഴ്സ് മൂവ്മെൻറ്റ്, അത് കുറേ വർഷങ്ങളായിട്ടുണ്ട്. അത് ഇപ്പോൾ ഒന്നുകൂടി പൊടി തട്ടി എടുക്കുകയാണ്. ബി ജെ പിയുടെ പ്രസിഡൻറ്റിനെ സന്ദർശിച്ച് വളരെ സമാധാനപരമായി ഡൽഹിയിൽ ചെല്ലുന്നു. ജൂൺ മാസം 2-ാം തീയതി ഡൽഹിയിൽ എത്തുന്നു. ബി ജെ പി ദേശീയ പ്രസിഡന്റ് നിതിൻ നബീനെ കാണുന്നു. അദ്ദേഹം പറഞ്ഞു അമിത്ഷാജിയൊക്കെ കാണും, രാജിക്കത്ത് കൊടുക്കുന്നു, നിതിൻ നബീന് കൊടുക്കുന്നു, അംഗീകരിക്കപ്പെടുന്നില്ല. അമിത്ഷായെ കണ്ടു. രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്യപ്പെട്ടു. അതിനർത്ഥം എന്താ? നാളെ കേന്ദ്രമന്ത്രിയാണ്. സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം എടുക്കാമെങ്കിൽ ഇദ്ദേഹത്തിന് അണ്ണാമലയ്ക്ക് ഒരു ക്യാബിനറ്റ് പദവി തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. തമിഴ്നാടിൻ്റെ വലിയ മുഖമായി വളർത്തിക്കൊണ്ട് വരാനാണെങ്കിൽ ഇതിലൊന്നും തൃപ്തനാകാൻ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇപ്പോൾ കാരണം അദ്ദേഹം കാണുന്നത് വലിയ സാധ്യതയാണ്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ഇതിപ്പോൾ ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിലേക്കല്ലേ അണ്ണാമലൈ ഇറങ്ങി നിന്നത്? അണ്ണാമലൈ അല്ലല്ലോ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു സംഘടനാ സംവിധാനം ഇല്ലാത്ത സാധാരണക്കാരനായ, ഇപ്പോൾ കിരീടം ചക്കോലൊന്നും ഇല്ലല്ലോ, അദ്ദേഹത്തിന് എങ്ങനെയാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്? ഇപ്പോൾ വിജയ് ഒരു മാസ് ലീഡറായിരുന്നു, അല്ലെ മാസ് ഫേസ് ആണ്. തമിഴ്നാട്ടിലെ ഒരു കുഞ്ഞിനും അറിയില്ല, വിജയിനെ അറിയാത്ത ആരുണ്ട്? അണ്ണാമലൈ മാധ്യമങ്ങളിലൂടെയല്ലേ അറിയുന്നത്, അല്ലാതെ നേരിട്ട് സിനിമയിലൂടെ അല്ലല്ലോ അറിയുന്നത്. അപ്പം അതുകൊണ്ട് താഴെ തട്ട് മുതൽ ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ അണ്ണാമലൈ മക്കൾ ഇയക്കം അതൊക്കെ നമുക്ക് പറയാം, അങ്ങനെ ഒരു പേരില്ല, പക്ഷേ ആ രീതിയിൽ വന്ന് കാലക്രമേണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ, അതാണ് ഇനി വരാനുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പാർട്ടിയായി ബലപരീക്ഷണം നടത്താം എന്ന ചിന്തയാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നു തമിഴ് ദേശീയത ഒരു ഐഡൻറ്റിറ്റിയാണ്, ഒരു വികാരമാണ്, തമിഴ് ഭാഷ ഒരു വികാരമാണ്, അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നിലപാട്. അതേസമയം ദേശീയത താൻ ഉപേക്ഷിക്കുകയുമില്ല. അപ്പോൾ ഒരു കൃത്യമായ ഐഡിയോളജിയിലേക്കാണ് തമിഴ്നാട്ടിൽ പലപ്പോഴും നഷ്ടപ്പെടുന്നത്. വിജയിനെക്കുറിച്ച് പറയുന്നത് എന്താണ് വിജയൻ്റെ ഐഡിയോളജി? അതൊരു ചോദ്യമാണ്. കറക്റ്റ്. പക്ഷേ അണ്ണാമലൈ ഈസ് ഏബിൾ ടു ഗിവ് സം കൈൻഡ് ഓഫ് എൻ ഐഡിയോളജിക്കൽ, ഇപ്പോൾ പ്രിട്ടൻസ് ആയിരിക്കാം എങ്കിലും അദ്ദേഹത്തിനത് പറയാൻ കഴിയുന്നുണ്ട്. അതൊരു കൗതുകമാണ്. അദ്ദേഹം ആകർഷിക്കാൻ സാധ്യതയുള്ളത് യുവജനങ്ങളെ തന്നെയാണ്. വിജയിൻ്റെ അതേ വോട്ട് ബാങ്കിനെ തന്നെയാണ്
അണ്ണാമലയും ഒരുപക്ഷെ ആകർഷിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ അണ്ണാമലൈ, ഞാൻ പലപ്പോഴും പലരോട് ചോദിച്ച ചോദ്യമാണ്, അണ്ണാമലൈ ഉഴുതുമറിച്ചിട്ട മണ്ണിലല്ലേ വിജയ് കൊയ്ത് വിജയം നേടിയത് അല്ലേ? ആ പദയാത്ര, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച തമിഴ്നാട്ടിലുടനീളം നടത്തിയ പദയാത്രയിൽ അദ്ദേഹത്തിന് കിട്ടിയ പിന്തുണ, അദ്ദേഹം കടന്നു ചെന്ന ഇടങ്ങളിലെല്ലാം വലിയ സ്വീകരണമാണ് കിട്ടിയത്. ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത, അദ്ദേഹം സാധാരണ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, IPS ആണെങ്കിലും IAS ആണെങ്കിലും അവരൊക്കെ തന്നെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ശരീരഭാഷയിലോ സംസാര രീതിയിലോ വലിയ മാറ്റമുണ്ടാകാറില്ല. കാരണം അവർ വലിയ സ്ഥാനത്തിരുന്നവർ, ആ ഒരു സ്ഥാനത്ത് ഇരുന്ന് ഓർഡറുകൾ കൊടുത്ത് ശീലിച്ചവർ, ആ ഒരു ശീലത്തിൽ നിന്നും പലർക്കും മാറാൻ സാധിക്കാറില്ല. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അണ്ണാമലൈ താഴേക്ക് ഇറങ്ങിച്ചെന്നു. അദ്ദേഹത്തിൻ്റെ ഫാർ സൈറ്റഡ്നെസ് പ്രത്യേകം പ്രശംസനീയമാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ DMKയും ADMKയും കൂട്ടുകൂടേണ്ട കാര്യമില്ല, അവരെ രണ്ടുപേരെയും ജനം തള്ളിക്കളയുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ആ ഫാർ സൈറ്റഡ്നെസ്, ഒപ്പം തന്നെ ഈ തമിഴ്നാടിൻ്റെ പ്രത്യേക ഐഡൻറ്റിറ്റി കളയാതെ ദേശീയത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഈ നീക്കങ്ങൾ, ഇതെല്ലാം ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു നേതാവിനെ കാണാതെ പോയത് മണ്ടത്തരമല്ലേ? അവിടെയല്ലേ വിജയ് വന്ന് കൊയ്തെടുത്തത് ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ? ആ രീതിയിൽ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. അതായത് ഈ വിജയിൻ്റെ ടൈമിംഗ് സൂപ്പറായിരുന്നു. അതെ, കറക്റ്റ് ടൈം. അണ്ണാമലൈ ഈസ് 1 year ലേറ്റ്. അതായത് BJP യിൽ നിന്നും 1 വർഷം മുൻപ് അല്ലെങ്കിൽ 2 വർഷം മുൻപ് പുറത്തു വന്ന്, അല്ലെങ്കിൽ അണ്ണാമലൈ പുറത്തു വരാനുള്ള കാരണം എന്താണ്? AIADMKയുമായി ഒരു ബാന്ധവം വേണ്ട എന്ന നിലപാട് അത് BJP ആദ്യം കൈക്കൊണ്ടു. അങ്ങനെയാണ് ഒറ്റയ്ക്ക് മത്സരിച്ച് BJP ഒരു അസ്തിത്വം ഉണ്ടാക്കിയെടുക്കുകയാണ്, ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ശൂന്യമായ ഒരിടത്തു നിന്നും ഒരു ബേസ് ഉണ്ടാക്കിയതിനെ ഭാരതീയ ജനതാ പാർട്ടി തമിഴ്നാട് ഘടകം അണ്ണാമലൈ എന്ന മുൻ സംസ്ഥാന പ്രസിഡന്റിനോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു. അതെ, ഇപ്പം നയനാർ നാഗേന്ദ്രൻ ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. മുൻപ് തമിഴിസൈ ഷെൽവി പ്രസിഡന്റായി, തമിഴിസൈ സൗന്ദരരാജൻ പ്രസിഡന്റായിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു 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 ഇളാൻ, ഒരു വലിയ ഒരു ആവേശം അണികളിൽ ഉണ്ടായിരുന്നു അണ്ണാമലൈ പ്രസിഡൻ്റായിരുന്നപ്പോൾ. അപ്പോൾ ആ സമയത്ത് BJP തൊട്ടതെല്ലാം പൊന്നായി. എന്ന് പറഞ്ഞാൽ ജയിക്കാൻ പറ്റുന്നില്ല. ലോക്സഭാ സീറ്റുകൾ ഒറ്റയ്ക്ക് ജയിക്കാൻ 11% വോട്ട് ഷെയർ പോരാ എന്നറിയാം. പക്ഷേ അവിടെ അണ്ണാമലൈ ബുദ്ധിമാനായ ഒരു പഠിതാവ് കൂടിയാണ്. ഒരു നല്ല വിദ്യാർത്ഥി ആയതുകൊണ്ടാണല്ലോ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ജയിച്ച് IPS കിട്ടിയത്. അങ്ങനെയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഷാർപ്പ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ കൂടി അണ്ണാമലൈയുടെ ഒരു സ്ട്രെങ്തായി വേണമെങ്കിൽ കരുതാം. ഈ ഒബ്സർവേഷനിലാണ് ദ്രാവിഡ കക്ഷികളുടെ കാലം കഴിഞ്ഞു, ജനം വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്, ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് DMKയുടെ ADMKയുടെ പുറകെ പോകുന്നു. അതുമാത്രമല്ല അവർ കൾട്ടുകളെയാണ് സൃഷ്ടിച്ചത്. അതാണ് ഇപ്പോൾ പറയുന്നത്. ഇന്നത്തെ പ്രസ്താവന ഏതാണ്? ഐ ഡോണ്ട് വാണ്ട് ടു ബി എ കൾട്ട് ഫിഗർ. അതായത് ജയലളിത ഒരു കൾട്ട് ആണ്, അല്ലെങ്കിൽ MGR, കരുണാനിധി, ഇതെല്ലാം കൾട്ട് ഫിഗേഴ്സാണ്. സിനിമാ താരമായിരുന്നവരെ അവരുടെ ചുറ്റും കറങ്ങുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. വീരാരാധന. ഇപ്പം മമതാ ബാനർജി ഒരു കൾട്ട് ഫിഗറായി വന്നില്ലേ ബംഗാളിൽ? മമത ഒന്ന് പരാജയപ്പെട്ടു, 8 നിലയിൽ പൊട്ടിയൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ഒരു പരാജയത്തിന് ശേഷം മാലപ്പടക്കം പോലെ പൊട്ടിച്ചിതറുകയല്ലേ തൃണമൂൽ കോൺഗ്രസ്. ആ പാർട്ടി അഡ്രസ് ഇല്ലാതെ പോവുകയല്ലേ ബംഗാളിൽ ആ പാർട്ടി. അപ്പോൾ കൾട്ടുകൾക്ക് സംഭവിക്കുന്ന അതാണ്. അതുകൊണ്ട് ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന അതാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ പലരും പരാജയപ്പെടുന്നു. ഇതാ പല പാർട്ടികളിലും എത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ വേണ്ട രീതിയിൽ ജനകീയരാകാൻ പറ്റുന്നില്ല അവർക്ക്. സിനിമാ താരങ്ങൾക്കും പലപ്പോഴും സംഭവിക്കുന്നു, ജനകീയരാകാൻ പറ്റുന്നില്ല. അവർ വലിയ എപ്പോഴും ദേ വർ ടേക്കൺ കെയർ ഓഫ്, ദേ വർ ഡ്രിവൺ അറൗണ്ട്. എപ്പോഴും ഡസ്റ്റ് ആൻഡ് ഹിറ്റ് ഓഫ് പോളിറ്റിക്സ്. അത് മറ്റൊന്നാണ്. വിജയിന് ഒരു പക്ഷേ സാധിക്കുമായിരിക്കാം, അറിയില്ല. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. അണ്ണാമലൈ അതിന് തയ്യാറാണ്. അതുകൊണ്ടാണ് പറയുന്നത് പുതിയൊരു രാഷ്ട്രീയമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചു. രാജ്യം അത് മാത്രം എന്ത് സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്ത്. വലിയ തർക്കങ്ങളില്ല. പിന്നെ അമിത്ഷായുമായി തർക്കിച്ചൊന്നുമില്ല. ഞാനൊരു ആഗ്രഹം പറയുന്നു, ഞാനത് പുറത്തോട്ട് പോയിക്കോട്ടെ. ആരാണ് പുറത്തോട്ട്? മമതാ ബാനർജിയുടെ ക്യാമ്പിൽ നിന്നും പടുപടാന്ന് ആൾക്കാരെ പുറത്ത് ചാടി മമതയെ തെറി വിളിച്ച് ആകെ നാശമാക്കിക്കൊണ്ടാണ് പുറത്ത് ചാടുന്നത്. ഇത് BJP നേതാക്കളെ കുറ്റം പറയാതെ BJP പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഐഡിയോളജിക്ക് തമിഴ്നാട്ടിൽ പരിമിതികളുണ്ട് എന്ന് പറയുന്നു. പിന്നെ അണ്ണാമലൈ പറയുന്നു. അപ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിലുള്ള ഒരു വഴി വെട്ടിത്തെളിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. ദയവായി എൻ്റെ രാജി സ്വീകരിക്കും. അലവ് മീ ടു ലീവ് പീസ്ഫുള്ളി. ഇത് വളരെ സമാധാനപരമായിട്ടാണ് പോയത്. പക്ഷെ അതുകൊണ്ടാണ് പലരും സംശയിക്കുന്നത് ഇത് BJPയുടെ ഒരു തന്ത്രമാണോ? ഈസ് ഹി എ ട്രോജൻ ഹോഴ്സ്? ആ ട്രോയിലെ വൻ കോട്ട നേരിട്ട് മറികടക്കാനാവാതെ വരുമ്പോൾ
ഈ രൂപത്തിൽ അണ്ണാമല എന്ന രൂപത്തിൽ ഒരു ട്രോജൻ ഹോഴ്സിനെ കോട്ടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട് മാറി നിൽക്കുകയാണോ? ഇതാണ്. അല്ലെങ്കിൽ ആ കുതിരയ്ക്കുള്ളിൽ തന്നെ BJP പ്രവേശിച്ചിട്ടുണ്ടോ, കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന ആ ട്രോജൻ ഹോഴ്സ് എന്ന സങ്കല്പം ഓർക്കുമല്ലോ പ്രേക്ഷകർ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കൽ നേരിട്ട് ഒരു പക്ഷേ BJP രാഷ്ട്രീയം തമിഴ്നാട്ടിൽ ഏശില്ലായിരിക്കാം, പക്ഷേ അണ്ണാമലയുടെ രാഷ്ട്രീയത്തിലൂടെ ഒരു പക്ഷേ BJPക്ക് വീണ്ടും ഒരു പ്രസക്തി തമിഴ്നാട്ടിൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അപ്പോൾ അവിടെ ദ്രാവിഡ രാഷ്ട്രീയം എങ്ങനെയാണ് പറയുക? അണ്ണാമലയ്ക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണമെങ്കിൽ BJP മേ ബിക്കം എ ലയബിലിറ്റി. അതായത് ദ്രാവിഡ രാഷ്ട്രീയം BJPക്ക് എങ്ങനെ പറയാനാവില്ല. ഈ BJPക്ക് ദേശീയത മാത്രമേ പറയാനാവൂ, വികസനം പറയാനാവും. തീർച്ചയായും തമിഴ്നാടിൻ്റെ വികസനം, ഏത് സംസ്ഥാനത്തിൻ്റെ വികസനം BJP പറയാനാവും. പക്ഷേ തമിഴ് ഐഡൻറ്റിറ്റി, ഭാഷാ പദ്ധതി, ഇതെല്ലാം വരുമ്പോൾ ചില വിഷയങ്ങളിൽ കൾച്ചർ പറയാൻ നോക്കും. കാരണം ഇന്ത്യയുടെ ഭാരതീയ കൾച്ചറിൻ്റെ ഭാഗമാണ് തമിഴ് കൾച്ചർ. ഇപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ പുതിയ കെട്ടിടം പിന്നെ ഉദ്ഘാടനം ചെയ്ത സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഹിന്ദു സന്യാസിമാരെയാണ് നരേന്ദ്രമോദിയൊക്കെ ക്ഷണിച്ചത് എന്ന് കൂടി ഓർക്കണം. ഈ ചെങ്കോൽ ഉൾപ്പെടെ പാർലമെൻറ്റിൽ പ്രതിഷ്ഠിച്ചപ്പോൾ ഒരു തമിഴ് പൈതൃകം കൂടിയാണ് ദേശീയതയുടെ ഭാഗമായി അവിടെ ഡൽഹിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നുകൂടി ഓർക്കണം. അതെല്ലാം ചെയ്യാൻ BJP കഴിയും. പക്ഷേ ഭാഷയുടെ കാര്യം വരുമ്പോൾ, മറ്റു ചില കാര്യങ്ങൾ വരുമ്പോൾ, പ്രാദേശിക വികാരങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ BJPക്ക് ഒരു സ്റ്റേജിൽ കൂടുതൽ മുന്നോട്ട് പോകാനാവില്ല. അവിടെ ദിസ് മാൻ കോൾഡ് അണ്ണാമലൈ ക്യാൻ റിയലി മേക്ക് എ ഡെന്റ് ഇൻ ദി എക്സിസ്റ്റിംഗ് പാരഡൈം. അവിടെയാണ് അണ്ണാമലയുടെ പ്രസക്തി. പിന്നീട് അവരുമായി നീക്കുപോക്കുകൾ നടത്താമല്ലോ. കാരണം അത് അങ്ങ് പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. WeTheLeader.org എന്ന വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് വോളണ്ടിയേഴ്സ് ആകാം. 3000 പേര് നിമിഷങ്ങൾക്കുള്ളിൽ, ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അണ്ണാമല ഒരു പ്രസ് മീറ്റ് നടത്തുന്നു. അതിനുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ 3000 പേര് വോളണ്ടിയേഴ്സായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദ നമ്പേഴ്സ് ആർ റൈസിങ്. അപ്പോൾ അണ്ണാമലയ്ക്ക് ആൾ കിട്ടില്ല എന്ന ചിന്തയൊന്നും ആർക്കുമില്ല. ഒരു പുതുമ, വെറും പുതുമ മാത്രമല്ല, അണ്ണാമലയിലെ ഹൗസ് ഹോൾഡ് നെയിം തമിഴ്നാട്ടിൽ BJPയുടെ കെയർ ഓഫിലാണ്. BJPയിൽ വന്നതുകൊണ്ടും പെട്ടെന്ന് സംസ്ഥാന ചെയർമാൻ, ഒരു വർഷം കഴിയുമ്പോൾ അണ്ണാമലയെ പിടിച്ച് സംസ്ഥാന ചെയർമാനാക്കുകയല്ലേ. അത് BJP വലിയൊരു മഹാമത്സരം കാട്ടിയില്ലേ. ഒന്ന് വെയിറ്റ് ചെയ്യൂ, 8-10 വർഷം ഒന്ന് വർക്ക് ചെയ്യ്, അതിനുശേഷം സംസ്ഥാന പ്രസിഡന്റ് ആക്കാമെന്നല്ലോ പറഞ്ഞത്. ആകെ 6 വർഷം BJPയിൽ ഉണ്ടായിരുന്നുള്ളൂ, 2ാം വർഷം തന്നെ പ്രസിഡന്റായി മാറി. അങ്ങനെ വരുന്ന ഒരാൾ തീർച്ചയായും എല്ലായിടത്തും കറങ്ങാൻ പറ്റിയതും BJPയുടെ കെയർ ഓഫിൽ കൂടിയാണ് തിരിച്ചും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പറയണം. അണ്ണാമലയെ കൊണ്ട് BJPക്ക് പ്രയോജനമുണ്ടായി, BJPയുടെ ഒരു ബ്രാൻഡ് അണ്ണാമലയ്ക്ക് ഒരു വിസിബിലിറ്റി നൽകി. ഇപ്പോൾ സ്വതന്ത്രമായി അത് അണ്ണാമലയെ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് സാർ. അത് അണ്ണാമലയെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം, അദ്ദേഹം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, രാഷ്ട്രീയ നിലപാടുകളും എത്തിക്സും പഠിപ്പിക്കാൻ APJ അബ്ദുൽ കലാം സെൻറ്റർ ഫോർ പൊളിറ്റിക്സ് കോയമ്പത്തൂരിൽ ആരംഭിക്കും. അത് സംസ്കാരമാണ്, പുതിയ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുക. അതെ, എല്ലാവരെയും ചേർത്തുള്ള, തമിഴ്നാടിന് ചേരുന്ന വിധത്തിലുള്ള രാഷ്ട്രീയമാണ് രൂപപ്പെടുത്തുന്നതെന്ന് അണ്ണാമലൈ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിയായി മാറി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ചെയ്യും. ഇതിനായി പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ നേതാക്കളെ വാർത്തെടുക്കും. എല്ലാവർക്കും എന്നും കസേരയുണ്ടാവില്ല എന്നുള്ള കാര്യവും പഠിപ്പിക്കും. അതായത് മാറാവാസന്മാർ എന്ന സങ്കല്പം പാടില്ല. അതെ, തനിക്കും അത് ബാധകമാകുമോ എന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ മമതാ ബാനർജി ഉദാഹരണമായിട്ടുണ്ടല്ലോ, കേജ്രിവാൾ, ഇവരൊക്കെ ഒരിക്കൽ അധികാരം എത്ര ഹമ്പിൾ ആൻഡ് സിമ്പിൾ ആയിരുന്നു. മമതയാണെങ്കിൽ വെള്ള സാരിയെ ഉടുക്കൂ, ലളിതമായ കോട്ടൺ സാരി, പിന്നെ വെറും സ്ലിപ്പർ, ചെരുപ്പ്, സാധാ ചെരുപ്പ്, ഇതൊക്കെയാണ് മമതയുടെ പുറമേ ഉള്ള കാര്യങ്ങൾ. പക്ഷേ അധികാരം വല്ലാതെ മമതാ ബാനർജിയുടെ പാർട്ടിയെ ദൂഷിപ്പിച്ചില്ലേ. മമത എന്ന വ്യക്തിയുടെ മനോഭാവത്തെ മാറ്റിയെടുത്തില്ലേ, കേജ്രിവാളിൻ്റെ മനോഭാവത്തെ മാറ്റിയില്ലേ. അതുപോലെയാണ് ഇന്ത്യ പലപ്പോഴും ലളിതമായ ഒരു കാര്യം പറഞ്ഞു വരുന്ന ആളുകൾ പലരും. കേജ്രിവാൾ സിമ്പിളായിരിക്കും, പക്ഷേ കൂടെ നിന്ന ആളുകൾ അവരെന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്. മറ്റ് പാർട്ടികളുടെ രീതികളിലേക്ക് തന്നെ ഫണ്ട് റൈസിംഗ് ഉൾപ്പെടെ കേജ്രിവാളും കടന്നില്ലേ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ്? അവിടെയാണ് ഒരു പുതുമ. ഇപ്പോൾ അണ്ണാമല പറയുന്നതിൽ ഒരു പുതുമ കാണുന്നു, ലാളിത്യമാണ്. അതുമാത്രമല്ല റൊട്ടേഷൻ സ്കീമാണ്. എന്നും എക്കാലത്തും എല്ലാവർക്കും നേതാക്കന്മാരിലേക്കാൻ പറ്റില്ല, മാറിക്കൊടുക്കേണ്ടി വരും. അതൊക്കെ എസ്റ്റാബ്ലിഷ് പാർട്ടികൾക്കൊരു സൂചനയാണ്. ഇതാണ് പുതു തലമുറ ആഗ്രഹിക്കുന്നത്, അല്ലേ? കോക്രോച്ച് പാർട്ടിക്ക് ഉൾപ്പെടെ പിന്തുണ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? പുതിയൊരു രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ വികസനത്തിൻ്റെയും അഴിമതിരാഹിത്യത്തിൻ്റെയും ഒരു വിതരണാത്മകതയുടെയും യൂത്ത് ഓറിയന്റേഷൻ്റെയും ഒരു പുതിയ രാഷ്ട്രീയം. ഇദ്ദേഹം യൂത്തിനെയാണ് പിടിച്ചിരിക്കുന്നത്. അണ്ണാമലയും യൂത്താണ് അണ്ണാമലയുടെ പിൻബലം എന്നുകൂടി ഓർക്കണം. ഏജ് ഓൾഡ് പൊളിറ്റീഷ്യൻസ് കൂടെ ചേരില്ല.
ഇനി മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ ആളുകൾ ധാരധാരയായി ഒരുപക്ഷെ ഇപ്പോൾ DMKയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നു തോന്നിയാൽ DMKയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നു തോന്നിയാൽ ഇപ്പോൾ ഗൗണ്ടർ വിഭാഗക്കാരനാണ് ഇദ്ദേഹം. അണ്ണാമലയുടെ ഈ ADMKയുടെ ബേസ് ഗൗണ്ടേഴ്സാണ് അല്ലേ? ഗൗണ്ടർ വിഭാഗത്തിൽ നല്ലൊരു പങ്ക്. എന്നാൽ ജാതീയമായി എന്നാൽ അണ്ണാമലയുടെ ബാൻഡ് വാഗണിൽ ചാടി കയറാം എന്ന് പറഞ്ഞെത്തിയാൽ ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഇപ്പോൾ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ഒരു തമിഴ് വികാരം ഫലിപ്പിക്കുകയും അതേസമയം ഇന്ത്യൻ ദേശീയതയെ തള്ളിക്കളയാതിരിക്കുകയും ചെയ്യുക എന്ന ഒരു സ്ട്രേനിയസ് എഫേർട്ടാണ് ഇപ്പോൾ അണ്ണാമല എടുത്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും വളരെ ഫാർ സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ നാളുകളുടെ രാഷ്ട്രീയം അതെ തളപതി വേഴ്സസ് സിംഗം അങ്ങനെയാകുമോ? നമ്മൾ വിചാരിച്ചത് നാളുകൾ രാഷ്ട്രീയം ഒരുപക്ഷെ DMKയുടെ നേതാവ് ഉദയനിധി സ്റ്റാലിൻ, അടുത്ത തലമുറ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി, അദ്ദേഹം സിനിമാ താരമാണല്ലോ, ഉദയനിധി സ്റ്റാലിൻ വേഴ്സസ് വിജയ് എന്ന രീതിയിൽ ഏതാണ് സെറ്റായി വരുമ്പോഴാണ് ഇപ്പോൾ ഇതാ ഒരുപക്ഷെ ത്രികോണ രീതിയിലേക്കാണ് പോകുന്നത്. എല്ലാം ഒരേ സമാനം ഒരേ പ്രായമുള്ള നേതാക്കളാണ്. വിജയ് പിന്നെ അദ്ദേഹത്തെ DMK എഴുത്തള്ളാനാവില്ല, നല്ലൊരു കേഡർ പാർട്ടിയാണ്. ഇപ്പോഴും DMK മേ ഹാവ് ലോസ്റ്റ്, പക്ഷേ ഇപ്പോഴും ഒരു കേഡർ സംവിധാനമുണ്ട്. അപ്പോൾ ഭാവി ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഉദയനിധി സ്റ്റാലിനാണ്. ഉദയനിധി ആൻഡ് അണ്ണാമലൈ, ഈ 3 വ്യക്തിത്വങ്ങളിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം മാറുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞൊരു പോയിന്റിലേക്ക് ഞാൻ തിരികെ വരികയാണ്. മാസ് ലീഡേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ണ, അത് കഴിഞ്ഞ് അണ്ണാദുരൈ, കരുണാനിധി, പെരിയാർ, MGR, ജയലളിത. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു മാസ് ലീഡർ എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല, എൻ്റെ ചെറിയ ഓർമ്മയിൽ വരുന്നില്ല. പക്ഷേ അതിനുശേഷം ഇത്രയും മാസമായിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ രജനീകാന്തായിരുന്നു. അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വന്നിട്ടില്ല. മറ്റൊരാൾ തീർച്ചയായിട്ടും വിജയ്. രജനീകാന്തിനെ നമ്മൾ തള്ളിക്കളയാറായിട്ടില്ല, അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വന്നിട്ടില്ല. പക്ഷേ രജനീകാന്തിൻ്റെ ഒരു വാക്ക് മതി, മിസ്റ്റർ വിജയ് യു ആർ റോങ്, ഗിവ് അണ്ണാമലയെ ചാൻസ് എന്ന് പറഞ്ഞാൽ തമിഴ് മക്കൾ അങ്ങനെ പറയുമെന്നല്ല. ഇപ്പം രജനീകാന്ത്, ഇപ്പം അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു റൂമർ എന്ന നിലയിലുണ്ട്, രജനീകാന്ത് ഈ നീക്കം അറിയുന്നു, അണ്ണാമലയുടെ നീക്കത്തിന് പിന്നിൽ രജനീകാന്ത് ആണെന്നല്ല, അണ്ണാമലയ്ക്ക് രജനീകാന്ത് അനുഗ്രഹം നൽകിയാൽ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ കഴിയും. ഇതൊരു രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധമാണ്, നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷേ അതൊരു രജനീകാന്ത് ഒരിക്കലും നേരിട്ട് പൊളിറ്റിക്സിലേക്ക് വരാൻ ഒക്കുന്നൊരു സാഹചര്യമല്ല. വരേണ്ടിയിരുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം ആ അവസരം പാഴാക്കി, അല്ലെങ്കിൽ രജനീകാന്ത് ഇപ്പോഴും ഒരുപക്ഷെ മുഖ്യമന്ത്രിയായി ഇരിക്കുമായിരുന്നു. കറക്റ്റ്. കാരണം അദ്ദേഹത്തിന് ആ ഒരു മാസ് അപ്പീൽ ഉണ്ടായിരുന്നു. ലളിത ജീവിതമാണ്, ലളിതമായ നാട്യങ്ങളില്ലാത്ത ഒരു സിനിമക്കാരൻ, മേക്കപ്പ് ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങി നടക്കുന്നത്. ഞാനിങ്ങനെയാണ്. അതെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം കൂടി ഉണ്ടല്ലേ? തീർച്ചയായും ആ രീതിയിലും കൂടെ കാണേണ്ടതുണ്ട്. ഇതൊരു പരിചിതമല്ലാത്ത മേഖലയാണ്. അതായത് വി ആർ ഡെൽവിങ് ഇൻ ടു ഓർ സെയിലിംഗ് അക്രോസ് അൺചാർട്ടേഡ് ടെറിട്ടറീസ് ആൻഡ് നമ്മൾ പോയിട്ടില്ലാത്ത കടലുകളിലൂടെയാണ് പോകുന്നത്. ഈ മുൻപ് ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത പാതയിലൂടെയാണ് തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ ഭരണപക്ഷം. അപ്പോൾ ഇനി വേണ്ടത് ഒരു പുതിയ പ്രതിപക്ഷമാണോ ഇനി വരാനിരിക്കുന്നത്? ആ പ്രതിപക്ഷത്തിന്റെ മുഖമായി വരുന്നത് അണ്ണാമലൈ ആവുമോ? ആ രീതിയിലാണ് അതാണ് എക്സ് ഫാക്ടർ. തീർച്ചയായിട്ടും അണ്ണാമലൈ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ് തമിഴ്നാട് രാഷ്ട്രീയം മാത്രമല്ല, ദേശീയ രാഷ്ട്രീയം തന്നെ കണ്ടതാണ്, വിലയിരുത്തിയതാണ്, തിരിച്ചറിഞ്ഞതാണ്. പക്ഷേ BJP മാത്രം അത് തിരിച്ചറിയാൻ പരാജയപ്പെട്ടോ, അതോ അണ്ണാമലയെ മറ്റൊരു പാതയിലൂടെ സഞ്ചരിക്കാൻ അനുവദിച്ച് BJP ഒരു തന്ത്രം പയറ്റുകയാണോ തമിഴ്നാട് രാഷ്ട്രീയം കീഴടക്കുവാനായി, അവിടേക്ക് രംഗപ്രവേശനം നടത്തുവാനായി? കാരണം ദ്രാവിഡ രാഷ്ട്രീയം ആകെ മൂടി നിന്ന ഒരു മേഖലയാണ് തമിഴ്നാടെന്ന് പറയുന്നത്. അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പിടി അയയുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് വിജയ് വെന്നിക്കൊടി പാറിച്ചു. അതിന് പിന്നാലെ ഇതാ അണ്ണാമലൈ മറ്റൊരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു. അത് ഒരു IPSകാരൻ്റെ പത്രാസോടുകൂടിയല്ല, അത് അദ്ദേഹം നേരത്തെ തെളിയിച്ചതാണ്. താഴേത്തട്ടിലേക്ക് ഇറങ്ങി നടന്നു ചെന്നവരുമായി സംസാരിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും അവരെ ഒപ്പം നടത്തിക്കുവാനും സാധ്യമാണ് തനിക്കെന്ന് തെളിയിച്ച നേതാവാണ് അണ്ണാമലൈ. ആ അണ്ണാമലയാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചിരിക്കുന്നത്. അത് ഉറച്ച ചുവടുവയ്പ്പാണ്, അത് കൃത്യമായ കാഴ്ചപ്പാടോടെയാണ്, അതുപോലെ തന്നെ ഫോക്കസ്ഡുമാണ് അദ്ദേഹം എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു വാക്കിന് അടിവരയിടുവാൻ അല്ലെങ്കിൽ അതിന് കൂടുതൽ സ്ട്രെസ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, മുൻപ് ചില രാഷ്ട്രീയ നേതാക്കളെ രാജ്യം കണ്ടതാണ്. അവരൊക്കെ തന്നെ വലിയ രീതിയിൽ കുതിച്ചുയരുകയും അതുപോലെ അസ്തമിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകില്ല അണ്ണാമലൈ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അണ്ണാമലൈ സാധാരണക്കാർക്ക് പ്രതീക്ഷ നൽകുകയാണ്.
അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുമാണ്. വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.